ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. നമ്മുടെ ഫേവറേറ്റ് ഫാബ്രിക് ആണ്. ഇന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് നമുക്കത് ഇത്രയും ലിമിറ്റഡ് ആയിട്ടേ കിട്ടുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക്ഡ് പാറ്റേൺ ആണ് യോക്കിൽ ചെയ്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞ് പേൾസും ത്രെഡ്സും ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക്ഡ് പാറ്റേൺ ആണ്. ഒരു ഫംഗ്ഷൻ വെയർ ഐറ്റമാണ്. ദുപ്പട്ടയൊക്കെ വളരെ ഹെവിയാണ്. ആൻഡ് ആ 3 ബോർഡേഴ്സിലുണ്ട് ഒരു ലേസ് ബോർഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രീൻ കളർ, നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഈ ഒരു ലെവൻഡർ ഒക്കെ പോലെ നിൽക്കുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡ് വരുന്നുണ്ട്. 5 കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതും ലെവൻഡറിന് തന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്. ഇത് ബ്ലൂവിഷ് ലെവൻഡർ, അതൊരു പിങ്കിഷ് ലെവൻഡർ, പിന്നെ ഈ ഒരു പീച്ചിൻ്റെ പോലെ നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡ്. അപ്പം 5 കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സിൽവർ പിങ്ക് ഷെയ്ഡാണ്. അതായത് പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്കിൽ പ്ലാറ്റിനം ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഇങ്ങനത്തെ ഫാബ്രിക്സിലെല്ലാം സിൽവർ കളറ് കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആണ്. വളരെ പ്രീമിയം ഹെവി ഫാബ്രിക്സുകളാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്നതെല്ലാം നേരിട്ട് കാണാൻ നല്ല ലുക്കുണ്ട്. ആൻഡ് വളരെ ഫാസ്റ്റ് മൂവിങ് ഫാബ്രിക്സുകളാണ് ഇതെല്ലാം വന്നിട്ടുണ്ട്. യോക്ക് നല്ല വൈഡായിട്ട് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. വിത്ത് ആ ഒരു യോക്ക് പോർഷനിൽ ഒരു സൈഡ് നല്ല ഹെവി ഹാൻഡ് വർക്ക്, നെക്സ്റ്റ് പോർഷൻ എൻ്റെ ഹാഫ് വരുന്നത് ചെറിയ ആ ഒരു പേൾസും കൊണ്ടുള്ള വർക്കേ കൊടുത്തിട്ടുള്ളൂ. ബ്യൂട്ടിഫുൾ ഫാബ്രിക്, നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ഓരോ ഫാബ്രിക്സ് വരുമ്പോഴും ഓരോ കളേഴ്സും അതിൻ്റെതായ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ ഈ ഫാബ്രിക്കിൽ ഇട്ടേക്കുന്നത് ഒരു കൈൻഡ് ഓഫ് പിങ്ക് ആണ്. ഈ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതും നമ്മൾ ഈ പ്ലാറ്റിനം ഫാബ്രിക്കിൽ കാണുന്നതും പിങ്ക് ആണ്. തന്നെ ദുപ്പട്ടയിൽ ഈ ഹാൻഡ് വർക്കിന് ബേസ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ദുപ്പട്ടയിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് സ്കാലപ്ഡ് ബോർഡർ ആണ്. ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് സ്കാലപ്പ് ചെയ്തിരിക്കുന്നത്. സാൻഡൂൺ ഫാബ്രിക്കിൽ ബോട്ടം ലെവൻഡർ ബ്ലൂ ഷെയ്ഡാണ്. കുറച്ചുകൂടെ ബ്ലൂ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി കളർ ഷെയ്ഡ്. എല്ലാം നല്ല പ്രീമിയം ആൻഡ് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ്. ആൻഡ് ടോപ്പ് ദുപ്പട്ട ഒരേ ഫാബ്രിക്കിലും ആണ്. ഇത് ലെവൻഡർ പിങ്ക് ആണ്. ഈ ഒരു കളറിൽ കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആവുന്നത്. എല്ലാത്തിനും വെറൈറ്റി പേരുകളൊക്കെ കാണും. എല്ലാം ഞാൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ലെവൻഡർ പിങ്ക് എന്നും ലെവൻഡർ ബ്ലൂ എന്നൊക്കെ പറയുന്നത്. വെറൈറ്റിയാണ്. എല്ലാം കളർ ഷെയ്ഡ്സ് വന്നിരിക്കുന്നത്. 1540 പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നല്ലൊരു പീച്ചിൻ്റെ പോലെ നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. എല്ലാത്തിലും സിൽവർ ബ്ലൻഡ് ഹൈലൈറ്റഡ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ആണ്. നല്ലൊരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ. വീഡിയോയിൽ പക്ഷേ ആ ഒരു ഗ്രീൻ പോലെ വരുന്ന കുറച്ചുകൂടെ ഡസ്റ്റി ഫിനിഷിൽ വരുന്ന ഗ്രീൻ ആണ്. ഇതിലൊരു ഡസ്റ്റി ഫിനിഷും ഇല്ല. ഈ ഒരു കളർ എല്ലാവർക്കും മാച്ച് ആവുന്ന പോലത്തെ നല്ല കളർ ഷെയ്ഡാണ്. ഇതിലെ 5 കളർ ഷെയ്ഡ്സും വളരെ മൂവിങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ്. ആൻഡ് ഓഫ് വൈറ്റ് ടോണിലാണ് എംബ്രോയ്ഡറി വർക്കും ഹാൻഡ് വർക്കും വന്നിരിക്കുന്നത്. ഹാൻഡ് വർക്ക് ഇതുപോലെ ഉണ്ട്. ഒരു സൈഡ് നല്ല ഹെവി ആയിട്ട് കുഞ്ഞു കുഞ്ഞു പേൾസും ത്രെഡ്സും ആണ് അതിൽ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ബാലൻസ് സൈഡിൽ ചെറിയ പേൾസ് മാത്രം വെച്ച് ഹൈലൈറ്റ് കൊടുത്തേക്കുന്നു. പിന്നെ വന്നിട്ട് 3 ബോർഡേഴ്സിലും ക്രോഷോ ലേസ് ചെയ്തേക്കുവാണ്. ദുപ്പട്ടയിൽ വരുമ്പം എംബ്രോയ്ഡറി മാത്രമേ ഉള്ളൂ, ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള. സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ് ബോർഡർ. സെയിം കളർ തന്നെ ബോട്ടം. എല്ലാത്തിലും സിൽവർ ബ്ലെൻഡ് വരുന്നുണ്ട്. അതായത് ഈ ഒരു ഫാബ്രിക്കിൻ്റെ